ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. ദ്വാരപാലക ശില്പക്കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനാൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ അറസ്റ്റിലായ എ പത്മകുമാർ ജയിലിലായിരിക്കെയാണ് ദ്വാരപാലക ശില്പക്കേസിലും SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇരു കേസുകളിലും പ്രതിയായ പത്മകുമാർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. കട്ടിളപ്പാളി കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളി. പിന്നാലെയാണ് ദ്വാരപാലക ശില്പക്കേസിലെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിജിലൻസ് കോടതി വിധി പറയുന്നത്. ഇരു സംഭവങ്ങളിലും ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണെന്നതായിരുന്നു പ്രതിഭാഗം വാദം. ബോർഡ് അംഗങ്ങൾ അറിയാതെ താൻ മാത്രമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. എന്നാൽ കോടതി ഇക്കാര്യം മുഖവിലക്കെടുത്തിട്ടില്ല. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടെയായ എ പത്മകുമാറിന് ജാമ്യം ലഭിക്കാത്തത് പാർട്ടിയെ ചെറുതായൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത്. CPMന് വേണ്ടപ്പെട്ട N വാസുവിനെയും കഴിഞ്ഞ ദിവസം കോടതി വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടില്ല. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇരുവരെയും കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. ജനം, കൊല്ലം.